വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് വീക്കെൻഡ് വീഡിയോ ആണ് ഇത്. ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്തത് ഇന്ന് മൺഡേ ആണ് മാത്രം. ഇപ്പോൾ മൺഡേ ആണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതൊരു പ്രൊഡക്റ്റീവ് വീക്കെൻഡ് ഡേ ആണ്. നമ്മൾ ഔട്ടിംഗ് ഒക്കെ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രോയിങ് ഫിനിഷ് ചെയ്യുന്നത് അതൊക്കെ ഉണ്ട്. പിന്നെ അതിന് മുന്നേ ആയിട്ട് ഒരു ഷോപ്പ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമൊന്നും അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക നമ്മളുടെ ഈ 4 സ്റ്റിക്കർ ഷീറ്റ്സ് ആയിരിക്കും. ഈ ഒരു ഫോക്കസ് ആവുന്നില്ല കേട്ടോ. ഇതൊരു ബുക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അവക്കാഡോ തീമിലുള്ള ഒരു സ്റ്റിക്കർ ഷീറ്റാണ്. പിന്നെ ഇത് നമ്മളുടെ കഫേ ലവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് എൻ്റെ ഇല്ലുസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇത് അവക്കാഡോ റൊമാൻറ്റിക് ഡേറ്റ്, അത് ആ ഒരു തീമിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഇൻഡോർ ഗാർഡനിങ് ആ ഒരു തീമിൽ ചെയ്തിട്ടുള്ള കേട്ടോ. പിന്നെ അതുകൂടാതെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്, ചീറ്റ് ഡേ. ഇത് നിങ്ങൾക്കിപ്പോൾ മിറർ സൈഡിലൊക്കെ ആയിട്ടാവും ചിലപ്പോൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇത് 2 ഷെയ്ഡിൽ അവൈലബിളാണ്. ഇതൊരു റെയിൻബോ ലാമിനേഷനിൽ വരുന്നതാണ്. അത് കണ്ടോ, ഒരു റെയിൻബോ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് നോർമൽ ലാമിനേഷൻ ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്, കണ്ടോ. നമുക്കൊരു ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ ആദ്യം ഇത് ഒരു പോസ്റ്റ് കാർഡ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ചീറ്റ് ഡേ അല്ലേ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഡയറ്റൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റീൽ ആയിട്ടുള്ള മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന എവിടെയാണെങ്കിലും നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പുതിയൊരു ഷോപ്പ് അപ്ഡേറ്റ് ഉള്ളത്. പിന്നെ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെയൊക്കെ ഒരു സജഷൻസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇനി അല്ലെങ്കിൽ ഏത് പുതിയ തീമാണ് നിങ്ങൾക്ക് വേണ്ടിയത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ റീസെൻ്റായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, എൻ്റെ വീഡിയോസിന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. അതെന്താ ഉണ്ടായെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുവരെ അങ്ങനെ കയറി വരൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഡൗൺ ആവാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിനി തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇല്ലുസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീക്കെൻഡ് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു ഫ്രൈഡേ ഉച്ച ഒരു സമയത്താണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നിയർ ബൈ മാളിൽ പോയത്. അപ്പോൾ എനിക്ക് എന്നും നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പറമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ എന്നാലും നല്ല ചൂടാണ്. നാട്ടിലത്തൊക്കെ ചൂടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓഗസ്റ്റിലത്തെ കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ വയ്യ, അത്രയ്ക്ക് ചൂടായിരിക്കും. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് കുടയൊക്കെ എടുത്തിട്ട് ചൂട് അവിടേക്ക് ഒന്ന് നടന്നു പോകും. കാരണം അവിടെ പോയിരുന്ന് വരക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അവിടെ പോയിരുന്നത് വരക്കാൻ. അപ്പോൾ ഞാൻ അത് കാരണമാണ് പിന്നെ അവിടെ തന്നെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ആപ്പിൾ പൈ ഒക്കെ മേടിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു കഫേ തീമിലുള്ള ഡ്രോയിങ് വരക്കാമെന്ന് തോന്നുന്നത്.
പിന്നെ ഞാൻ ഈ ഒരു അവക്കാഡോ ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള കാരണം കുറച്ച് യൂട്യൂബേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ്. ആപ്പിൾ ചീക്സ്, പിന്നെ പേപ്പർ കട്ട് സ്റ്റുഡിയോ, ലൂണ പാർക്ക്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻസ്പയർ ആയിട്ടാണ് ഞാനിങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് കാർട്ടൂൺ ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ ഒക്കെ ഈ പറഞ്ഞ പോലെ സ്പ്രൗട്ട്, ക്യാറ്റ്, അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ആദ്യം ക്യാറ്റിനെ എടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായ, പക്ഷേ ക്യാറ്റ് ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും എടുക്കുന്നുണ്ട്. ബിയേഴ്സും പാണ്ട ഒക്കെ എല്ലാവരും ഒരുവിധം ചെയ്യുന്നതാണ്. അപ്പോൾ അവക്കാഡോ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അധികം കണ്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് അവക്കാഡോ ക്യാരക്ടർ സെലക്ട് ചെയ്തത് ഞാൻ. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. നമുക്ക് നിങ്ങളിങ്ങനെ വരക്കാൻ താല്പര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തിട്ട് അങ്ങനെ വരക്കുമ്പോൾ നന്നായിരിക്കും. പിന്നെ എനിക്ക് ആദ്യം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഷോപ്പിഫൈ പോലെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഓൺ പ്രോഡക്റ്റ് അങ്ങനെ സെല്ല് ചെയ്യണം എന്നൊക്കെ. ആദ്യം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽക്ക് എനിക്കൊരാഗ്രഹമുള്ളതാണ്. ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കാണുമ്പോൾ മേലെ അവരുടെ ഷോപ്പിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലൊരു ലിങ്ക് എൻ്റെ പേജിൽ വേണമെന്ന് ഞാൻ ഇല്ലസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അത് ഏകദേശം മീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ. പിന്നെ ഇതൊന്നും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വരച്ച് തീർക്കുന്നതല്ല കേട്ടോ. പലർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് 2-3 മണിക്കൂർ കൊണ്ടൊക്കെ. പക്ഷെ എനിക്ക് അത്യാവശ്യം സമയം എടുക്കാറുണ്ട് അങ്ങനെ വരയ്ക്കാൻ. ആദ്യം ഒരു തീം സെറ്റാക്കാൻ തന്നെ എനിക്ക് അത്യാവശ്യം സമയമെടുക്കും. പിന്നെ അത് കളറിങ് ചെയ്യാനും ആ ലൈൻസൊക്കെ പെർഫെക്റ്റ് ആക്കാനും ഒക്കെ കൂടി എന്തായാലും 1-2 ദിവസം ഞാൻ എടുക്കും. ആ 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു വീട്ടമ്മ കൂടെ ആകുമ്പോൾ അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി നമുക്ക് കണക്കാക്കണമല്ലോ. അപ്പം അത് കാരണം ആണ് എൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ ഡിലേ ആവാറുള്ളത്. എനിക്ക് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്, പക്ഷെ നടക്കാറില്ല, അതാണ് സത്യം. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനും മുന്നേ ഫസ്റ്റിൽ ഈ ഇല്ലസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ ഐപാഡ് വാങ്ങിയത്. ആ ഐപാഡ് മേടിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ടൈമിൽ, ആ ടൈമിൽ ഇനിയിപ്പോൾ പുറത്ത് പോയി ജോബ് ചെയ്യാൻ മനസ്സിനൊരു മനസ്സാക്ഷിക്കുത്തം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉള്ള കാരണം വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഈ ഐപാഡ് മേടിച്ചത്. ആ മേടിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു സേവ് ദ ഡേറ്റ് ഒക്കെ വരച്ചു കൊടുക്കില്ലേ, അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതത്ര അങ്ങോട്ട് ക്ലിക്കായില്ല, കാരണം ഞാൻ കൺസിസ്റ്റ് ആയിരുന്നില്ല. ആ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ അതങ്ങനെ അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല. 1-2 വർക്കൊക്കെ കിട്ടിയെങ്കിലും കൂടി അത് അങ്ങനെ അങ്ങോട്ട് ക്ലിക്കായില്ല. പിന്നെ കുറേ ടൈം എടുക്കും. പിന്നെ ഈ പോർട്രേറ്റ്സ് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ചെയ്യാത്ത പോലെ ആയിരിക്കും. മീൻസ് നമുക്കിപ്പോൾ ഈ ഒരു ജെമിനി ഇതൊക്കെ ഉള്ള കാരണം ആളുകളത് ഭയങ്കര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എനിക്കപ്പോഴും അതൊരു പ്രോഡക്റ്റായിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ സെല്ല് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. എനിക്ക് ആദ്യമേ ഒരു ലിങ്ക് എൻ്റെ പേജിൽ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടി പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ, ഗിഫ്റ്റ് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അതൊരു പ്രോഡക്റ്റായിട്ട് അങ്ങനെ ഇടാനുള്ളൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെയാണ് എനിക്ക് ഈ ഒരു സ്റ്റിക്കറുകൾക്കുള്ള ഒരു ഇത് വന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇതുപോലൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിലിങ്ങനെ സ്റ്റിക്കർ ഷീറ്റ്സും ബുക്ക് മാർക്സും പിന്നെ നോട്ട് പാഡ് അതൊക്കെ ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്തത്. ഇനിയിപ്പോൾ പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് മോഡാണ്. ഇതിങ്ങനെ വേഗം തീർക്കണം എന്നുള്ളതൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് എനിക്കിത് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അപ്പോൾ ഡ്രോയിങ് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ
ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. ഷോപ്പിംഗ് താഴെ തന്നെയായിരുന്നു ലുലു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച സ്റ്റിക്കേഴ്സും പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് പോയ അർഷ കഫേ തീമിലുള്ള സ്റ്റിക്കറും ഞാൻ അതിൻ്റെ ഔട്ട് എടുക്കുകയാണ്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഹൗ ടു മേക്ക് സ്റ്റിക്കർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ ഔട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ള ഷീറ്റ് ഇതാണ്. ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫോട്ടോ സ്റ്റിക്കർ ഷീറ്റാണ് ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഷീറ്റാണിത്, ശരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കളറൊന്നും ഫെയ്ഡ് ആവുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫോട്ടോ എന്നിങ്ങനെ ഒരു വാട്ടർ മാർക്ക് ഉണ്ട്. അപ്പോൾ അതെനിക്കതൊരു പ്രൊഫഷണലായിട്ട് തോന്നുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ സ്റ്റിക്കർ ഷീറ്റ് മാറ്റണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഞാൻ കുറേ സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അത്ര അങ്ങോട്ട് ഒരു അടിപൊളിയായിട്ട് എനിക്ക് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈ സ്റ്റിക്കർ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ച് നന്നായി അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ ഷീറ്റ് ട്രൈ ചെയ്യാമല്ലോ. ഒരു ഐഡിയ ഇല്ലാതെ ഡയറക്റ്റ് പോയി വാങ്ങുന്നതിനും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. Left your mug by the sink, blue ring on the wood, sun on the window latch, like I knew it would. I fold up the morning into one small line. Your sweater on the chair still fits my mind, and I miss you in the corners where the quiet used to land. Still the sky looks softer when I can let it stand. Paper moon window, stay. Paper moon window, shine. I can hurt and still. അപ്പോൾ ഇതാ നമ്മളുടെ 4 സ്റ്റിക്കർ ഷീറ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ 4 നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ അതിന് മുന്നേ മറ്റു ഡിസൈൻസും കൂടി റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾ ഇതിൻ്റെ നല്ല പിക്ചർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചർ കാണുന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞ എൻ്റെ പേജ് വിസിറ്റ് ചെയ്താൽ മതി, ഇൻസ്റ്റാഗ്രാം. പിന്നെ ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ഇൻട്രോയിൽ കാണിച്ചതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ്. അപ്പോൾ അതൊന്നും വരക്കുന്നത് കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല, ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്. ഇത് ഓൾറെഡി റെഡി ടു കട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഷീറ്റാണ്, മാഗ്നറ്റിക് ഷീറ്റാണ്. 15 സെൻറ്റിമീറ്റർ ഹൈറ്റും 13 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ആർട്ട് വർക്ക് ഞാൻ ഇല്ലുസ്ട്രേറ്റർ റിലേറ്റഡ് റീസൈസ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് ക്യാൻവാസ് സൈസ് നമുക്ക് അങ്ങനെ സെൻറ്റിമീറ്റർ ആയിട്ട്, എനിക്ക് സെൻറ്റിമീറ്റർ കണക്കായിരിക്കും കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവുക. അത് പക്ഷേ പ്രോക്രിയേറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മീൻസ് ആ ഒരു അതുണ്ടല്ലോ, ക്യാൻവാസ് സൈസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം, പക്ഷേ പിന്നീട് അത് റീസൈസ് ചെയ്യാൻ പറ്റില്ല. ക്യാൻവാസ് സൈസ് അത്രയും ചെറുതായിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ഡിസൈനിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് പിക്സലായിട്ടായി പോകും. അപ്പോൾ അത് കാരണം ഞാൻ വലിയ ക്യാൻവാസിൽ വരച്ചിട്ട് അത് പിന്നീട് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ
എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാൻ മേടിച്ചിട്ടുള്ള ഈ മാഗ്നറ്റിക് ഷീറ്റ് പ്രിൻ്റബിൾ ആണ്. ആ വൈറ്റ് സൈഡ് ഉണ്ടല്ലോ അത് പ്രിൻ്റബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് സ്റ്റിക്കർ ഷീറ്റിൽ തന്നെ ഈ ഡിസൈൻ പ്രിൻ്റ് എടുത്തു. അപ്പോൾ രണ്ടും പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ മാഗ്നറ്റിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കുറച്ചും കൂടി കട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇത് ലാമിനേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കോൾഡ് പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ഒരു റെയിൻബോ ലാമിനേഷൻ ഷീറ്റ് അതിൻ്റെ ആവശ്യമില്ല, അത് ഓൾറെഡി സ്റ്റിക്കിയാണ്, അതങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കോൾഡ് പ്രസ് ചെയ്തിട്ടില്ല. ഹീറ്റ് പ്രസ് എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ അടിയിൽ മാഗ്നറ്റിക് ഷീറ്റ് ഉണ്ടല്ലോ. ചിലപ്പോൾ പിന്നെ അതിങ്ങനെ ഉരുകി പിടിക്കുക എങ്ങാനും ചെയ്താലോ പിന്നെ സാധാരണ ഷീറ്റിനായാലും കുറച്ചും കൂടി കട്ടിയുണ്ടല്ലോ ഇത്, പിന്നെ സ്റ്റക്ക് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ റിസ്ക് എടുത്തില്ല. അല്ലാതെ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ഒരു നോർമൽ ലാമിനേഷൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എൻ്റെ സൺഡേയിൽ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് പുറത്ത് പോകാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ 8ൻ്റെ പണി കിട്ടുമെന്ന് അറിയില്ല. വഴിയിൽ വെച്ചിട്ട് കാറ് പഞ്ചറായി, ടയർ പഞ്ചറായി. പിന്നെ ഒരു പോലീസൊക്കെ വന്നു. ഞങ്ങൾ കുറേ നേരം റോട്ടിൽ തന്നെ നിൽക്കണ കണ്ടിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിൽ ഉണ്ടായിരുന്ന സ്റ്റെപ്പിന് അത് ആ കാറിൻ്റേതായിരുന്നില്ല. നമ്മൾ വേറൊരാളിൽ നിന്നാണ് ഈ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അയാളതിൽ വേറെ ഏതോ കാറിൻ്റെ വെച്ചിട്ടുണ്ടായി. പിന്നെ നമുക്കങ്ങനെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഹാർബറിലൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ നേരെ ഷാർജയിലാണ് ബ്രദർ താമസിക്കുന്നത്. അപ്പോൾ നേരെ അവനവിടെ കൊണ്ടുപോക്കി. അവിടെ നിന്ന് തന്നെ നമ്മൾ ഷാർജയിലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചു. അപ്പോൾ ആ ഒരു ദിവസവും കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.